ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതൊക്കെ നമ്മൾ പറ്റുന്ന വിധത്തിൽ ഡിസ്കസ് ചെയ്തു പോകും. മീൻസ് ഈ ഒരു സമയ ഇടവേളയിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു പോകാൻ ശ്രമിക്കും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനർജി ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക്. എനർജി എന്താണെന്ന് നമുക്കറിയാം, ഇറ്റ്സ് ദ എബിലിറ്റി ഓർ കപ്പാസിറ്റി ടു ഡു വർക്കാണ്. അതവർ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് തന്നിട്ടുണ്ട്. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് മോഷൻ ഈസ് നോൺ ആസ് ഡാഷ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് മോഷൻ ഈസ് നോൺ ആസ്. നമുക്കറിയാം ഏത് എനർജിയാണ്? കൈനറ്റിക് എനർജി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി, കൈനറ്റിക് എനർജി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം. സോ മാസ് ഈസ് ഗിവൺ, എം ഈസ് 5 കിലോഗ്രാം. ഇറ്റ് ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. ഇനിഷ്യലി റെസ്റ്റിലാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0. ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ. അപ്പോൾ ആദ്യം ഇനിഷ്യലി റെസ്റ്റിലായിരുന്ന ഒരു ബോഡിയിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് എത്രയാണ്? 20 ന്യൂട്ടണാണ്. ബോഡിയുടെ മാസ് എത്ര? 5 കിലോഗ്രാമാണ്. എങ്കിൽ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദ ബോഡി അറ്റ് ദ എൻഡ് ഓഫ് 10th സെക്കൻഡ്? 10ാമത്തെ സെക്കൻഡിൽ ആ ബോഡി അക്വയർ ചെയ്യുന്ന കൈനറ്റിക് എനർജി എത്ര എന്നാണ് ചോദ്യം. ക്ലിയർ? അപ്പോൾ 10ാമത്തെ സെക്കൻഡിൽ ബോഡി അക്വയർ ചെയ്യുന്ന കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ അവർ ടി തന്നിട്ടുണ്ട്, 10. കണ്ടുപിടിക്കാനുള്ളത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതാണ്, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². തന്നിട്ടുള്ള കാര്യങ്ങളിൽ എം ഉണ്ട്, ബട്ട് വി ഈസ് നോട്ട് ഗിവൺ. വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കാൻ വേണ്ടി വി ഈസ് ഈക്വൽ ടു u+at എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അവിടെയും പ്രോബ്ലം ഉണ്ട്. യു ഉണ്ട്, ടി ഉണ്ട്, എ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എഫ് തന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ് ഇക്വേഷൻ. അതിൽ നിന്ന് എ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? F/m എന്നെഴുതാം. എഫിൻ്റെ വാല്യൂ അവർ പറഞ്ഞിരിക്കുന്നത് 20 ന്യൂട്ടൺ ആണ്. ഡിവൈഡ് ബൈ 5 കിലോഗ്രാം, ദാറ്റ് ഈസ് 4 m/s². അപ്പോൾ എയുടെ വാല്യൂ കിട്ടി 4 m/s². അപ്പോൾ ഈ എയുടെ വാല്യൂ ഈ ഇക്വേഷനകത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വി കിട്ടും. സോ വി ഈസ് ഈക്വൽ ടു u+at. അതിൽ യുവിൻ്റെ വാല്യൂ 0 പ്ലസ് എയുടെ വാല്യൂ 4 × 10, ദാറ്റ് ഈസ് 40 m/s. അപ്പോൾ വിയുടെ വാല്യൂ കിട്ടി. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി ½ × 5 × മാസ് 5 ആണ് ഇൻറ്റു v², മീൻസ് 40 × 40, 40² ആണ്. സോ സിംപ്ലിഫൈ ചെയ്യുക, 20. സോ ക്രോസ് ചെയ്യുമ്പോൾ 20 × 5 100, ദെൻ 4 0 0 0, അത്രയും ജൂൾ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, എ കാർ ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓൺ എ സ്ട്രൈറ്റ് ലൈൻ. A car is moving with a constant speed on a straight line. What is the net work done by the external force on the car? ഒരു കാറ് മൂവ് ചെയ്യുന്നു, അങ്ങനെ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യാണ്. വാട്ട് ഈസ് ദ നെറ്റ് വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദി കാർ? അപ്പോൾ കാറ് സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഫോഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫ്രിക്ഷനാണ്, ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. യൂണിഫോം സ്പീഡിൽ സ്ട്രൈറ്റ് ലൈനിൽ, അതായത് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഇല്ല, അതുകൊണ്ടാണല്ലോ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ഇല്ല, ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. എങ്കിൽ 0 × ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എനി ക്വാണ്ടിറ്റി ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു ആൻസർ 0. സോ വർക്ക് ഡണിൻ്റെ വാല്യൂ എത്ര കിട്ടും? 0 കിട്ടും. ക്ലിയർ? മൂന്നാമത്തത്, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് വർക്ക് എനർജി തിയറം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. സോ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്നൊക്കെ ചോദിക്കാം. സോ അപ്പോൾ വർക്ക് എനർജി തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ബോഡി ഈക്വൽ ആയിരിക്കും.
അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഈ ക്വസ്റ്റനാണ് ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. എ ബുള്ളറ്റ് ഓഫ് മാസ് 10 gram and velocity 800 meter per second is passed through a mud wall of thickness 1 meter. Its velocity reduces to 100 meter per second. Find average resistance offered by the mud wall. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ബുള്ളറ്റ് അതിൻ്റെ മാസ് അവർ പറഞ്ഞിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 100 gram ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മാസ് 100 gram മാസാണ്. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എന്ന് വെച്ചാൽ 800 meter per second. ആ ഒരു മഡ് വാൾ ഇരിക്കണം, മണ്ണ് കൊണ്ടുള്ള വാൾ. അതിനെ ആ ബുള്ളറ്റ് എന്ത് ചെയ്യുന്നു, അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ മഡ് വാളിൻ്റെ തിക്നെസ് അത് 1 meter ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ തിക്നെസ് ഈസ് ഗിവൺ, ഇറ്റ് ഈസ് 1 meter. ആ തിക്നെസ്സിനെ നമുക്ക് ബുള്ളറ്റ് പെനിട്രേറ്റ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ എസ് ഈസ് ഈക്വൽ ടു 1 meter. അപ്പം ഈ 1 meter വേണം ഇത് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാൻ. അപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ 1 meter ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസസ് ടു 100 meter per second ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇനിഷ്യലി ട്രാവൽ ചെയ്ത വെലോസിറ്റി എത്രയാണ്, 800 meter per second ആണ്. അതിപ്പോൾ എത്രയായിട്ട് മാറി, 100 meter per second ആയിട്ട് മാറി. അപ്പം ഒന്നാമത് V1 800 ആയിരുന്നു, ഇപ്പം V2 100 ആണ്. ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഈ മഡ് വാള് ഇതിനൊരു റെസിസ്റ്റൻസ്, ഈ ബുള്ളറ്റിന് ഒരു റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യും. റെസിസ്റ്റൻസിന് നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ അതൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും എന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പം മഡ് വാള് ഈ ബുള്ളറ്റിൽ ഒരു ഫോഴ്സ് കൊടുത്തു എങ്കിൽ ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോഴ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. M ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്, F ഉണ്ട്, S ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് F ആണ് കണ്ടുപിടിക്കുക. F തന്നിട്ടില്ല, F കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ ഇതാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണല്ലോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അത് ഫൈനലും ഇനിഷ്യലും ഉണ്ടെങ്കിൽ ഹാഫ് mv² മൈനസ് ഹാഫ് mv1² എന്ന് എഴുതാമല്ലോ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡണിന് വരെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് എഴുതി. സോ വർക്ക് ഡൺ വരാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതി. നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. സോ ഫോഴ്സ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 100 gram എന്നാണ് തന്നിരിക്കുന്നത്. 100 ഗ്രാമിന് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 100 × 10⁻³ വേണമെങ്കിൽ അത് കോമൺ ആക്കി എഴുതാം. ഓക്കെ, സോ ഇത്രയും ഹാഫ് M കോമൺ എടുത്തു, ബാക്കി V2² മൈനസ് V1². അപ്പോൾ V2² എന്ന് വെച്ചാൽ എത്രയാണ്, 100² മൈനസ് 800². ക്ലിയർ ആണ്? അതായത് സിംപ്ലിഫൈ ചെയ്യുക. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുക. സോ ആൻസർ കിട്ടും 3150. അത്രയും ന്യൂട്ടൺ. പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ബുള്ളറ്റ് അതിൻ്റെ മാസ് 100 gram ആണ്, വെലോസിറ്റി V1 800 meter per second. അതൊരു മഡ് വാളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യും. എത്രയായിട്ട്, 100 meter per second ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് പെനിട്രേറ്റ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്, 1 meter ആണ്. എങ്കിൽ മഡ് വാൾ കൊടുക്കുന്ന റെസിസ്റ്റൻസ് എത്ര അല്ലെങ്കിൽ ഫോഴ്സ് എത്ര ആണെന്ന് ചോദ്യം. നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. വർക്ക് ഡണ്ണിന് വരെ നമ്മൾ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് കൊടുത്തു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് പകരം ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് എഴുതി. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി ഓഫ് മാസ് 10 kilogram ടു എ ഹൈറ്റ് ഓഫ് 10 meter എബവ് ദ ഗ്രൗണ്ട്. ഒരു ബോഡി അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് 10 kilogram ആണ്. അതിനെ നമ്മൾ 10 meter ഉയർത്തണം, 10 meter ഉയർത്തണം. അതിന് നമ്മൾ ആ ബോഡിയിൽ ചെയ്യേണ്ട വർക്ക് ഡൺ എത്ര എന്നാണ് ചോദ്യം. സോ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ഇതാണ്. W വർക്ക് ഡൺ ടു ലിഫ്റ്റ് എ ബോഡി നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. W ഇക്വേഷൻ എന്തോ mgh. സോ എമ്മിൻ്റെ വാല്യൂ 10 ഇൻറ്റു g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ 9.8 ഇൻറ്റു അഗെയിൻ എച്ചിൻ്റെ വാല്യൂ 10 തന്നെയാണ്. സോ ആൻസർ അത്രയും ജൂൾ. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പ്രീവിയസ് ആണ്. 2012 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഓഫ് 200 Newton
displaces a body through 5 meter in the direction of force. അപ്പോൾ ഒരു ബോഡി അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 200 ന്യൂട്ടൺ ആണ്. എഫ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ബോഡി അത് എത്ര 5 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്യുകയാണ്, അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നു എങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റ വേണമെങ്കിൽ എടുത്തതാണ്. നമുക്കിവിടെ തീറ്റയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. സോ ആംഗിൾ 0 കോസ് 0 പോട്ടെ 0. സോ 200 ഇൻറ്റു 5. സോ ആൻസർ 1000. അത്രയും ജൂൾ. മനസ്സിലായില്ലേ? യൂണിറ്റ് മസ്റ്റാണ്. വർക്കാണ് ചോദിച്ചിരിക്കുന്നത്. വർക്കിൻ്റെ എസ് യൂണിറ്റ് എത്രയാണ്? ജൂളാണ്. ജൂൾ, അത് മറന്നു വരുന്നത്. അപ്പോൾ two bodies of masses m, ഫസ്റ്റ് ബോഡിയുടെ മാസ് m ആൻഡ് 4m, സെക്കൻഡ് ബോഡിയുടെ മാസ് 4m ആർ മൂവിങ് വിത്ത് ഈക്വൽ കൈനറ്റിക് എനർജി. അപ്പോൾ രണ്ട് ബോഡീസ് ഉണ്ട്. ഒന്നാമത്തിൻ്റെ മാസ് m, രണ്ടാമത്തിൻ്റെ മാസ് 4m ആണ്. അവ ഈക്വൽ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ലീനിയർ മൊമെൻറ്റ? എന്നാണ് ചോദ്യം. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്ലൂവിൽ മാസും തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജിയും തന്നിട്ടുണ്ട്. സോ കൈനറ്റിക് എനർജിയും മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. P = √m EK, കൈനറ്റിക് എനർജി. P = √m EK എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ EK = എങ്ങനെ എഴുതാം? P²/2m. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കി, ഇതാണ് എളുപ്പം. P = √m EK അല്ലെങ്കിൽ EK = P²/2 ആണ് ഇക്വേഷൻ. അതിൽ നിന്ന് ഫസ്റ്റ് കേസിൽ അപ്പോൾ മാസ് m ഉള്ള കേസിലാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇത്രയും വെച്ച് ചെയ്യണമെന്നില്ല. കാരണം ഇതിൽ നമ്മളിപ്പം രണ്ട് കേസ് തരുമ്പോൾ നമ്മൾ റേഷ്യോ എടുത്ത് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഇനി എൻട്രൻസ് പോലുള്ള എക്സാമുകളിൽ റേഷ്യോ പ്രോബ്ലം വരുമ്പോൾ എപ്പോഴും നമ്മൾ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യാൻ ശ്രമിക്കുക. രണ്ട് കേസ് വെച്ചും രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് കേസാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ബോഡിയുടെ മാസ് m എന്നവർ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ബോഡിയുടെ മാസ് 4m. അപ്പം ഫസ്റ്റ് ബോഡിയുടെ മാസ് m ആകുമ്പോൾ പിയുടെ ഇക്വേഷൻ ഫോം ചെയ്യുക. സെക്കൻഡ് ബോഡിയുടെ കേസ് 4m മാസ് 4m ആകുമ്പോൾ ഇക്വേഷൻ ഫോം ചെയ്യുക. അപ്പോൾ അതിനെ ഇത്രയും വെച്ച് സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, P ∝ √m എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ട് ബോഡിയിലും എന്താ വരിക? 2ഉം EKയും രണ്ട് കേസിലും വരുമല്ലോ. എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ആൾറെഡി 2ഉം EKയും ഉണ്ട്. അത് ഏത് ഇക്വേഷൻ ഫോം ചെയ്താലും ഇത് രണ്ടും അധികമാണ്. ആ രണ്ടിനെ നമ്മൾ കളഞ്ഞു, കോൺസ്റ്റൻറ്റ് കളഞ്ഞു. പിന്നെ നമുക്ക് ആകെ ഉള്ളത് P ∝ √m എന്ന ഇക്വേഷൻ, ബേസ് ഇക്വേഷൻ ഫോം ചെയ്യുക. ഇതാണ് ഇക്വേഷൻ. ഇനി ഫസ്റ്റ് കേസ് ആകുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഫസ്റ്റ് കേസ് ഒന്നാമത്തെ കേസിൽ P1 ∝ √m, ഇനി P2 ∝ അവിടെ മാസ് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് 4m. രണ്ട് കേസ് ഫോം ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? P1/P2 = അല്ലെങ്കിൽ P1/P2 ∝ എങ്ങനെ എഴുതാം? m/4m. m ക്യാൻസൽ ചെയ്യാം, ബാക്കി √1/4 എന്ന് കിട്ടി. ദാറ്റ് ഈസ് P1/P2 = റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1/2. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ലീനിയർ മൊമെൻറ്റ എന്നല്ലേ. അപ്പോൾ നമ്മൾ ലീനിയർ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ എഴുതി. P = √m EK ആണ് ഇക്വേഷൻ. അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷനിൽ നിന്നാണ് വന്നേക്കുന്നത്. കൈനറ്റിക് എനർജി = P²/2m ആണ്. ഈ ഇക്വേഷനിൽ നമ്മൾ മോഡിഫൈ ചെയ്തെഴുതിയാണ് ഈ ഫോം. ഇനി നമുക്ക് രണ്ട് കേസ്, ഒരേപോലത്തെ രണ്ട് കേസ്, മാസ് വേരിയേഷൻ തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സാധനങ്ങൾ, അതായത് വെലോസിറ്റി വേരിയേഷനാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് വേരിയേഷനാണ് തന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ സെയിം സാധനങ്ങളുടെ വേരിയേഷൻ തന്നാൽ നമ്മൾ റേഷ്യോ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇവിടെയും നമ്മൾ റേഷ്യോ മെത്തേഡ് അപ്ലൈ ആണ്. റേഷ്യോ മെത്തേഡ് എന്ന് വെച്ചാൽ ആ ബേസ് ഇക്വേഷനിലേക്ക് നമ്മൾ രണ്ട് കേസും അപ്ലൈ ചെയ്ത് രണ്ട് വ്യത്യസ്ത ഇക്വേഷനുകൾ ഫോം ചെയ്യുക, എന്നിട്ട് അവ തമ്മിലുള്ള റേഷ്യോ എടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലീനിയർ മൊമെൻറ്റം തമ്മിലുള്ള റേഷ്യോ ആണ്. സോ നമ്മൾ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എഴുതി √m. അങ്ങനെയില്ല, നമ്മൾ ഇങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാലും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ P1 = √2m EK എന്ന് വരാം 2
മാസ് എം തന്നെ, ഫസ്റ്റ് കേസിൽ മാസ് എം തന്നെ, പിന്നെ ഇ കെ തന്നെ കൊടുത്തു. P2 ഈസ് ഈക്വൽ ടു √2 അതേപോലെ ഉണ്ട്. പിന്നെ മാസ് എത്ര? 4m. പിന്നെ എത്ര? ഇ കെക്ക് മാറ്റമല്ല, കൈനറ്റിക് എനർജി സെയിം തന്നെ എന്ന് കൊടുത്ത് 2 ഇക്വേഷൻ ഫോം ചെയ്തു. ഇവ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ മതി. P1/P2 ഈസ് ഈക്വൽ ടു ഇതേ ബൈ ഇതെന്ന് വരും. അപ്പം വെട്ടിപ്പോകുന്നത് √2 പൊട്ടും വെട്ടിപ്പോവും, എം വെട്ടിപ്പോവും, ഇ കെ വെട്ടിപ്പോവും, ബാക്കി 1/4 അതിൻ്റെ റൂട്ട് അത് തന്നെയാണ് വരിക. സോ ആൻസർ 1/2. ഇങ്ങനെ ചെയ്താൽ മതി. ഞാനിതിനെ മറ്റൊരു രൂപത്തിൽ സിംപ്ലിഫൈ ചെയ്ത് P പ്രപ്പോർഷണൽ ടു എം വേരി ചെയ്യുന്ന ഫാക്ടറിനെ മാത്രം എഴുതി ഇക്വേഷൻ ഫോം ചെയ്തു. എന്നിട്ട് ആ 2 കേസ്, ഒന്നാമത്തെ കേസ് മാസ് എം കൊടുത്തു, രണ്ടാമത്തെ കേസിൽ മാസ് എന്ത് കൊടുത്തു? 4m കൊടുത്തു. സോ P1/P2 എടുത്തു, എം ക്യാൻസൽ ചെയ്തു, ബാക്കി 1/4 റൂട്ട് ഉണ്ട് അതിൻ്റെ. സോ അതെടുക്കുമ്പോൾ ആൻസർ 1/2. അപ്പോൾ ഇതാണ് നോർമൽ മെത്തേഡ്. എല്ലാ ഇക്വേഷനും വാരി എഴുതി വെട്ടാനുള്ളതൊക്കെ വെട്ടി ലാസ്റ്റ് കിട്ടും. സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരു ബോഡിയുണ്ട്, ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 50 കിലോഗ്രാമാണ്. അതിൻ്റെ മൊമെൻറ്റം 1000 kg/s ആണ്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. സോ മാസ് 50 കിലോഗ്രാം, മൊമെൻറ്റം പി എന്ന് പറയുന്നത് 1000 kg/s. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, കൈനറ്റിക് എനർജിയും മൊമെൻറ്റം തമ്മിലുള്ള റിലേഷൻ ഇതാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P²/2. സോ പിയുടെ വാല്യൂ എത്ര? 1000 × 1000 ഡിവൈഡ് ബൈ 2 × 50. സോ 0 ക്യാൻസൽ, പിന്നെ 10 ക്യാൻസൽ ചെയ്യാം. സോ ആൻസർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത്രയും ജൂൾ. കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആൻസർ ജൂൾ. എ ബോൾ മൂവ്സ് അലോങ് എ സർക്കിൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓൺ ദി ബോൾ? അപ്പോൾ ഒരു ബോൾ അതെന്ത് ചെയ്യുന്നു? ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ സർക്കിളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ സഹായത്താൽ. അപ്പോൾ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓൺ ദി ബോൾ? വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്താണ്? FD cos θ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളണം. ഇങ്ങനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിലുള്ള ആംഗിൾ അത് 90 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ 90 ഡിഗ്രി 90. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? FD cos 90 എന്ന് വരും. സോ ആൻസർ cos 90 വന്നതുകൊണ്ട് സോ 0. ശ്രദ്ധിച്ചോളണം. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എ മാൻ ട്രൈസ് ടു ലിഫ്റ്റ് എ മാസ് ഓഫ് 200 കിലോഗ്രാം. ഒരു മനുഷ്യൻ 200 കിലോഗ്രാം മാസിനെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. സോ മാസ് തന്നിട്ടുണ്ട് 200 കിലോഗ്രാം. ഉയർത്താൻ വേണ്ടി അയാൾ കൊടുക്കുന്ന ഫോഴ്സ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ഫോഴ്സാണ്? 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. ഈസ് ഹി ഡൂയിങ് വർക്ക്? എക്സ്പ്ലെയിൻ. എ മാൻ ട്രൈസ് ടു ലിഫ്റ്റ് എ മാസ് ഓഫ് 200 കിലോഗ്രാം വിത്ത് എ ഫോഴ്സ് 100 ന്യൂട്ടൺ. അപ്പോൾ 200 കിലോഗ്രാം മാസിനെ ഉയർത്താൻ ശ്രമിക്കുന്നു. എത്ര ഫോഴ്സ് വെച്ചുകൊണ്ട്? 100 ന്യൂട്ടൺ ഫോഴ്സ് വെച്ചുകൊണ്ട് ഉയർത്താൻ ശ്രമിക്കുന്നു എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. സോ ഈസ് ഹി ഡൂയിങ് വർക്ക്? എക്സ്പ്ലെയിൻ. നോ വർക്ക് ഈസ് ഡൺ ബിക്കോസ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? 100 ന്യൂട്ടൺ ഫോഴ്സ് 200 കിലോഗ്രാമിനെ ഉയർത്താൻ സഫീഷ്യൻ്റ് അല്ല. കാരണം ആ ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ 100 ന്യൂട്ടൺ കൊടുത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഈ മാസിനെ ഉയർത്താൻ ഇത്രയും ഫോഴ്സ് മതി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകാത്തത് കൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ അതാണ്, നോ വർക്ക്. രണ്ടാമത്തെ ചോദ്യം അവർ ചോദിച്ചിരിക്കുന്നത് ഇഫ് എസ് ഫൈൻഡ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. അപ്പോൾ വർക്ക് ഡൺ ഇല്ല, വർക്ക് ഡൺ 0 ആണ്. അപ്പം നോ ആണ് ആൻസർ. അതുകൊണ്ട് ഫൈൻഡ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ഇറ്റ്. അപ്പോൾ ഈ 200 കിലോഗ്രാമിനെ ഉയർത്താൻ ആവശ്യമായ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ ബി. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, mg ആണ്. മാസ് എത്ര? 200 കിലോഗ്രാം ഇൻറ്റു 9.8. സോ
1960 അപ്പം 1960 ന്യൂട്ടൺ. അപ്പോൾ ഇത്രയും ഫോഴ്സ് കൊടുത്താൽ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ഇറ്റ് ആണ്. സോ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ 200 കിലോഗ്രാം മാസ് ഈസ് 1960 ന്യൂട്ടൺ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് ഇറ്റ് ഈസ് ലിഫ്റ്റഡ് ടു 2 മീറ്റർ ഇൻ 10 സെക്കൻഡ് ഫൈൻഡ് ഹിസ് പവർ. അപ്പോൾ അയാൾ ഈ ബോഡിയെ 10 സെക്കൻഡിൽ 2 മീറ്റർ ഉയർത്തുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് 10 സെക്കൻഡ്, എച്ച് തന്നിട്ടുണ്ട് 2 മീറ്റർ, എങ്കിൽ അവൻ്റെ പവർ എത്ര? അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. വർക്കിന് വരെ നമുക്ക് MGH, വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി, ലിഫ്റ്റിംഗ് കേസ് അല്ലേ പറഞ്ഞേക്കുന്നത്. സോ വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി ഡിവൈഡ് ബൈ ടൈം എന്നെടുക്കാമല്ലോ. അപ്പോൾ ഡബ്ല്യുവിന് വരെ നമ്മൾ എന്ത് കൊടുത്തു? MGH കൊടുത്തു. ടിക്ക് വരെ ഒന്നും കൊടുക്കേണ്ട, ടി തന്നെയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിൻ്റെ വാല്യൂ 200, ജിയുടെ വാല്യൂ 9.8, എച്ചിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 2 മീറ്റർ ഡിവൈഡ് ബൈ എത്ര സെക്കൻഡ്? 10 സെക്കൻഡ്. ക്ലിയർ ആണ്? സോ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും 392. സോ ചോദിച്ചിരിക്കുന്നത് പവറാണ്. സോ ആൻസർ വാട്ട്. അപ്പോൾ 392 വാട്ട് എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യം. എ ബോഡി ഈസ് കൺസ്ട്രെയിൻഡ് ടു മൂവ് അലോങ് Z ആക്സിസ് ഓഫ് എ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. F ഈസ് ഈക്വൽ ടു I + 2J + 3K. അപ്പോൾ കൊടുത്ത ഫോഴ്സ് ഇത്രയുമാണ്. ആ ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? Z ആക്സിസിൽ അതിനെ Z ആക്സിസിനെ എലോങ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സ് ഇതാണ്. എങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എലോങ് Z ഡയറക്ഷൻ? Z ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? അപ്പോൾ I + 2J + 3K എന്ന് വെച്ചാൽ X ഡയറക്ഷൻ, Y ഡയറക്ഷൻ, Z ഡയറക്ഷൻ. അതിൽ ഇത് X ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1, Y ഡയറക്ഷനിൽ 2, Z ഡയറക്ഷനിൽ 3. സോ ഇതിൻ്റെ ആൻസർ, ഒന്നാമത്തിൻ്റെ ആൻസർ 3 ആണ്. ക്ലിയർ? അപ്പോൾ Z ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് വെച്ചാൽ എത്ര ന്യൂട്ടൺ? 3 ന്യൂട്ടൺ. രണ്ടാമത് ഒരു ചോദിച്ചിരിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് in moving the body over a distance of 4 meter along the Z axis. ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എത്ര? എപ്പോൾ? ആ ബോഡി 4 മീറ്റർ മൂവ് ചെയ്യണം Z ആക്സിസിൽ. എങ്കിൽ വർക്ക് ഡൺ എത്ര എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എത്ര നമുക്ക് കിട്ടി? എത്ര? 3 ന്യൂട്ടൺ ആണ്. സോ 3 ന്യൂട്ടൺ ഇൻറ്റു അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? ഡിസ്പ്ലേസ്മെൻറ്റ് 4 മീറ്റർ. സോ 12, അത്രയും ജൂൾ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്തിരി ടഫായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. അപ്പോൾ Z ആക്സിസ് കേസ് മാത്രം എടുക്കുക. അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എത്രയെന്ന് വെച്ചാൽ 3. അതേസമയം നമുക്ക് ചോദ്യത്തിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ചോദിക്കുന്നതിൽ Y ആക്സിസിനാണെങ്കിൽ 2, X ആക്സിസ് ആണെങ്കിൽ 1. ക്ലിയർ? എന്നിട്ട് വർക്ക് ഡൺ ഇക്വേഷൻ അറിയില്ല. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ സിംപ്ലിഫൈ.